തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കായിക കേരളത്തിന്റെ കുതിപ്പിന് കരുത്ത് പകരുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനായി മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപന മേധാവികളെ പങ്കെടുപ്പിച്ച് മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. ആസൂത്രണ സമിതി ഹാളിൽ നടന്ന പരിപാടി കായിക ന്യൂനപക്ഷക്ഷേമ വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്പോർട്സ് കൗൺസിലും തദ്ദേശ സ്ഥാപനങ്ങളും സഹകരിച്ച് മികച്ച കായിക കേരളത്തിനായി പരിശ്രമിക്കണമെന്നും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി കായിക പഠനം പ്രൈമറി തലത്തിലും പ്രാവർത്തികമാക്കാൻ യത്നിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന തലത്തിൽ 830 പഞ്ചായത്തുകളിൽ സ്പോർട്സ് കൗൺസിലുകൾ രൂപീകരിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള പഞ്ചായത്തുകളിലും ഉടൻ രൂപീകരിക്കും. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി അനുസരിച്ച് ഇനി 165 പഞ്ചായത്തുകളിലാണ് കളിക്കളം നിർമ്മിക്കാനുള്ളത്. തദ്ദേശ സ്ഥാപന മേധാവികളുടെ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാലുടൻ ഈ പഞ്ചായത്തുകളിലും 1 കോടി രൂപയുടെ കളിക്കളവും ഇതിനോട് ചേർന്ന് സ്പോർട്സ് ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള മുറിയും നിർമ്മിക്കും. 50 ലക്ഷമാണ് കളിക്കളം നിർമ്മിക്കുന്നതിന് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പഞ്ചായത്തുകൾക്ക് അനുവദിക്കുന്നത്. ബാക്കി 50 ലക്ഷം MLA ഫണ്ട്, MP ഫണ്ട്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് വഴി തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ടെത്തണമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ കായിക ശരീരക്ഷമത വർദ്ധിപ്പിക്കാനുള്ള നിരവധി നടപടികൾ നമ്മൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി നിയമത്തിലും ഒക്കെ തന്നെ വലിയ മാറ്റങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൊതുവായി കായിക മേഖലയെ ഒരു സാധാരണ ഒരു വകുപ്പ് പോലെ കണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് മുമ്പുണ്ടായത്. പക്ഷേ ഇത്തവണ നമ്മൾ ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ആക്ടിലും റൂളിലും ആവശ്യമായുള്ള മാറ്റങ്ങൾ വരുത്തി. അതോടൊപ്പം തന്നെ രാജ്യത്ത് ആദ്യമായി ഒരു കായിക നയം രൂപീകരിച്ച കേരളത്തിലാണ്. 2023-24 സാമ്പത്തിക വർഷം ആ ഒരു നയരേഖ പുറത്തിറക്കുകയും അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ആസൂത്രണ വകുപ്പിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് പദ്ധതികൾ വെക്കാനൊക്കത്തിനുള്ള സൗകര്യങ്ങളുണ്ടായിട്ടുണ്ട്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് 43 കായിക ഇനങ്ങളുടെ ചുമതല കൊടുക്കുകയും അവ ജില്ലാ പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലുകളുമായി സഹകരിച്ച് മികച്ച പരിശീലനം വഴി കഴിവുള്ള താരങ്ങളെ വാർത്തെടുക്കുന്ന പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്താകെ 1500 കായികാധ്യാപകരുടെ കുറവുണ്ട്. ഇത് പരിഹരിച്ച് വിദ്യാർത്ഥികളുടെ കൃത്യമായി കായിക പരിശീലനം ഉറപ്പാക്കുമെന്നും കഴിഞ്ഞ 5 വർഷത്തിനിടെ 5000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ കായിക മേഖലയിൽ നടപ്പിലാക്കാൻ സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനം നടപ്പിലാക്കിയ കായിക നയം, സ്പോർട്സ് ഇക്കോണമി എന്നിവ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. സംസ്ഥാനത്ത് ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയങ്ങളും കായിക മീറ്റും സംഘടിപ്പിക്കാൻ സാധിച്ചു. കായിക താരങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഈ സർട്ടിഫിക്കറ്റുകളുമായി സൂക്ഷിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തി. ഇങ്ങനെ ഈ ഡാറ്റാ ബാങ്കിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് വേറെ അറ്റസ്റ്റേഷന്റെ ആവശ്യമില്ല. ഇതോടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ വഴി അനർഹരായവർക്ക് ജോലി ലഭിക്കുന്ന അവസ്ഥയും തടയാൻ സാധിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. ഇതിൽ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം കായിക ശാരീരിക ക്ഷമത പ്രവർത്തനങ്ങളിൽ ശക്തമായുള്ള ഇടപെടലുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ആ രീതിയിലേക്ക് കായിക വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മാറ്റിയെടുക്കുന്നുണ്ട്. ആ ഒരു രീതി വെച്ചുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എങ്ങനെയാണോ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്, ഏകദേശം അതിനോട് ചേർന്ന രീതിയിൽ തന്നെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ മാറ്റം വരുത്തുക. പി ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യാതിഥിയായി. ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസ്ലു, LSGD ജോയിന്റ് ഡയറക്ടർ ഇൻചാർജ് VK മുരളി, ജനകീയാസൂത്രണ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ S ജമാൽ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് M നാരായണൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ C സുരേഷ്, സ്റ്റേറ്റ് റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് KM അനിൽകുമാർ, വിവിധ തദ്ദേശ സ്ഥാപന മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P ഹൃഷികേഷ് കുമാർ സ്വാഗതവും ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി VR അർജുൻ നന്ദിയും പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034 07 1111.